കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള തർക്കം മുറുകവേ പ്രതികരണങ്ങളുമായി മറ്റ് നേതാക്കൾ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. എവിടെയും കക്ഷി ചേരാനില്ല എന്ന നിലയിലുള്ള പ്രതികരണമാണ് കോഴിക്കോട് എംപിയായ എം കെ രാഘവൻ നടത്തിയത്. പ്രതിപക്ഷ നേതാവിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന നിലയിലാണ് കാസർഗോഡ് എംപിയായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. വിഷയത്തിൽ ആർക്കൊപ്പമെന്ന് പിടികൊടുക്കാതെയായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണ് പാർട്ടിയുടെ യോഗങ്ങളിൽ ചേരുന്നത്. അതിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, തിരുത്തേണ്ടവർ തിരുത്തും. അപ്പോൾ അത് ഒരു കുറ്റമല്ല. കെപിസിസിയിലെ ഉൾപാർട്ടി തർക്കം ഏട്ടനനിയന്മാർ തമ്മിലുള്ള സ്വാഭാവിക തർക്കമെന്നും ഏത് വീട്ടിലാണ് പ്രശ്നം ഇല്ലാത്തതെന്നുമായിരുന്നു എം കെ രാഘവൻ എംപിയുടേത്. ഈ തർക്കങ്ങൾ പാർട്ടിയെ ബാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിഷയം കെട്ടടങ്ങുമെന്നും പാർട്ടിക്കുള്ളിൽ തന്നെ തീരുമെന്നും പറയുന്നുണ്ട്. ഹൈക്കമാൻഡ് ഇടപെടേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം തീർത്തും പറയുന്നുണ്ട്. പാർട്ടിയിൽ പുകയും തീയുമില്ല, നിങ്ങളായിട്ട് ഇനി കത്തിക്കാതിരുന്നാൽ മതിയെന്നും എം കെ രാഘവൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. എല്ലാ വീടുകളിലും ഏട്ടനിയന്മാർ പ്രശ്നമില്ല, അത് ഇവിടെ തീരാവുന്ന വിഷയമുള്ളൂ. അല്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം ഈ ജനാധിപത്യ പാർട്ടിയാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ കാലത്തും ഈ അഭിപ്രായ വ്യത്യാസങ്ങളും യോജിപ്പും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതും അതെല്ലാം തീരാവുന്ന വിഷയമുള്ളൂ. അതിനൊക്കെ ഒരു തർക്കത്തിൻ്റെ പ്രശ്നമില്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ അത് പരിഹരിക്കും, തർക്കം വേണ്ട. അതൊരിക്കലും ഒന്നിനും ബാധിക്കും. ഒരുമിച്ച് തന്നെ ഇറങ്ങും, തർക്കം വേണ്ട. ഇല്ല, ഞാൻ പറഞ്ഞാൽ ഈ തർക്കങ്ങളൊന്നും ഒന്നിനെയും ബാധിക്കില്ല, പാർട്ടിയെ ബാധിക്കില്ല, പാർട്ടി വർക്കേഴ്സിനെ ബാധിക്കില്ല. ഇത് പാർട്ടി വർക്കേഴ്സിനെ ബാധിക്കുന്ന ഇലക്ഷനാണിത്, അവർക്കുള്ള ഇലക്ഷനാണിത്. അതുകൊണ്ട് ഈ വിഷയമൊന്നും എവിടെയില്ല. ഈ വിഷയമെല്ലാം കെട്ടടങ്ങും, ഈ വിഷയമെല്ലാം പരിഹരിക്കും. ഞാൻ പറഞ്ഞില്ല എല്ലാ വിഷയം തീരും, അതൊന്നും ഒരിക്കലും വിഷയമില്ല, ഒരിക്കലും അതൊന്നിനും ബാധിക്കില്ല. മുന്നണിയിലോ പാർട്ടിയിലോ പ്രശ്നങ്ങൾ ഇല്ല എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. ഇരുട്ടിന്റെ സന്തതികളാണ് വാർത്തകൾ ചോർത്ത് നൽകുന്നത്. മിഷൻ 25 മുന്നോട്ടു പോകും. തെറ്റുകൾ കമ്മിറ്റികളിൽ ചൂണ്ടിക്കാണിക്കും, അത് തിരുത്തി തന്നെ മുന്നോട്ടു പോകണം. വിമർശനങ്ങൾ സ്വാഗതാർഹമാണ്. അസൗകര്യം കൊണ്ടായിരിക്കാം ഉദ്ഘാടകനായ പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മിഷൻ 25 ചുമതല പ്രതിപക്ഷ നേതാവിനാണെന്നും അദ്ദേഹം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും പറഞ്ഞു. ഇപ്പോഴത്തെ വിവാദം തെറ്റിദ്ധാരണ മൂലമാണെന്നും പ്രതിപക്ഷ നേതാവ് വഴിവിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കെപിസിസി പ്രസിഡന്റ് പാർട്ടിയുടെ അവസാന വാക്കാണെന്നും പാർട്ടിക്കുള്ളിലിരുന്ന് ചെവി കടിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവരെ കണ്ടെത്തിയാൽ പാർട്ടി പുറത്താക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നുണ്ട്. വയനാട് ക്യാമ്പ് എക്സിക്യൂട്ടീവിന് പിന്നാലെയാണ് കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള ഭിന്നതകൾ രൂക്ഷമാകുന്നത്. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള തർക്കം മുറുകുക തന്നെയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര കെപിസിസി ഭാരവാഹി യോഗത്തിലാണ് വി ഡി സതീശനെതിരെ കടുത്ത വിമർശനം ഉയർന്നത്. വി ഡി സതീശൻ സൂപ്പർ പ്രസിഡന്റ് ചമയുകയാണെന്നും സമാന്തര സംഘടനാ പ്രവർത്തനം നടത്തുന്നുമെന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. വി ഡി സതീശനെതിരെ ഉയർന്ന വിമർശനങ്ങൾ സ്ഥിരീകരിക്കുന്ന നിലയിലാണ് പിന്നീട് കെ സുധാകരൻ പ്രതികരിച്ചത്. അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കാൻ അറിയാമെന്ന് സുധാകരൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പേര് പരാമർശിക്കാതെയാണ് സുധാകരൻ രംഗത്തെത്തിയതെങ്കിലും ഇത് വി ഡി സതീശനെതിരായ ഒളിയമ്പ് തന്നെയായിരുന്നു. ഇതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തിയതോടെ തർക്കം കൂടുതൽ പരസ്യമായി. താൻ വിമർശനത്തിന് വിധേയനാണെന്നും തിരുത്തുമെന്നുമാണ് വി ഡി സതീശൻ പ്രതികരിച്ചത്. കെപിസിസി യോഗത്തിലേക്ക് വിളിക്കാത്തതിൽ വി ഡി സതീശന് കടുത്ത അതൃപ്തിയുമുണ്ട്. യോഗത്തിലെ വിമർശനങ്ങൾ ഏകപക്ഷീയമെന്നാണ് ആക്ഷേപം. ഇതിനിടെ തിരുവനന്തപുരം DCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്നും വി ഡി സതീശൻ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. നേരത്തെ വയനാട് ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ കെ സുധാകരനെതിരെ വി ഡി സതീശൻ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കെപിസിസി ഭാരവാഹി യോഗത്തിൽ നിന്ന് വി ഡി സതീശനെതിരെ വിമർശനമുയരുന്നത്. ഇരുവരും തമ്മിലുള്ള ഭിന്നത മൂർച്ഛിച്ച സാഹചര്യത്തിൽ പ്രശ്ന പരിഹാരത്തിന് മുതിർന്ന നേതാക്കൾ ഇടപെട്ടേക്കുമെന്നാണ് സൂചന. സതീശൻ സംഘടനാ കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന പരാതി ചർച്ച ചെയ്യാൻ കെപിസിസി ഭാരവാഹികളുടെ യോഗം വിളിച്ചതിൽ വി ഡി സതീശൻ ക്യാമ്പിലും അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനുള്ളിലെ എല്ലാ നേതാക്കളും രമേശ് ചെന്നിത്തലയെ കണ്ട് പഠിക്കണം എന്ന് ഉറപ്പിക്കുന്നതായിരുന്നു ചെന്നിത്തലയുടെ ഇന്നത്തെ പ്രതികരണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും ജനങ്ങളും പ്രവർത്തകരും ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കണമെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. വയനാട്ടിലെ ക്യാമ്പ് കൂടുതൽ വിജയിക്കാമായിരുന്നു, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന തീരുമാനമാണ് എടുത്തതെന്നും ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. ആ സ്പിരിറ്റ് കളയരുത്, ഗൗരവത്തോടെ ഒരുമിച്ച് പോകേണ്ട സന്ദർഭമാണിത്. എല്ലാവരും യോജിച്ച് പ്രവർത്തനം നടത്തണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം, ജനങ്ങളും പ്രവർത്തകരും ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കണം, പ്രശ്നങ്ങൾ വഷളാക്കരുത്, പാർട്ടിക്കുള്ളിലെ പല ചർച്ചകളും നടക്കും, അത് പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് പുറത്തു പറയരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മളുടെ വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്ന
അവസരത്തിൽ അതിന് വിഘാതമുണ്ടാക്കാൻ പാടില്ല എന്നുള്ളത്. പണ്ടും അങ്ങനെ തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള അസ്വാരസ്യങ്ങളും രൂപപ്പെടാറുണ്ട്. അത് ഇത്തരത്തിലുള്ള പല നേതാക്കളിൽ നിന്ന് തന്നെ പുറത്തേക്ക് അറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിലെ ഈ തമ്മിൽ തർക്കം അത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാറുണ്ട്. എന്നാൽ അതേസമയം തന്നെ പലപ്പോഴും പല തരത്തിലുള്ള അവഗണനകളും തിരിച്ചടികളും നേരിട്ട ഒരു നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഇന്നുവരെ പാർട്ടിക്ക് എതിരെയായി ഒരു വാക്കുപോലും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുമ്പോൾ പറയുന്ന വാക്കാണ് പാർട്ടിയോട് നീതി പുലർത്തേണ്ടതുണ്ട് എന്ന്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള പോര് രൂക്ഷമാവുകയാണ്. എന്നാൽ അതേസമയം തന്നെ ആരുടെയും പക്ഷം ചേരാതെ എന്താണ് പ്രസ്ഥാനത്തിന് അനുയോജ്യമായ നീക്കമെന്ന് രമേശ് ചെന്നിത്തല വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണെങ്കിലും KPCC അധ്യക്ഷനായ കെ സുധാകരനാണെങ്കിലും ഇനി MK രാഘവനാണെങ്കിലും കെ മുരളീധരനാണെങ്കിലും ഒന്ന് രമേശ് ചെന്നിത്തലയെ കണ്ടുപഠിക്കുന്നത് നന്നായിരിക്കും.